ശ്രദ്ധിക്കാം. നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ടൊക്കെ കോൺഫിഗർ ചെയ്തിട്ട് വി എൻറ്റേർഡ് ഇൻ ടു ആഡ്സ് മാനേജർ അല്ലേ. മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നിന്ന് നേരെ ആഡ് അക്കൗണ്ട് കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ ആഡ്സ് മാനേജറിലെത്തി. എല്ലാവർക്കും മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നിന്ന് ആഡ്സ് മാനേജർ ആഡ് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ക്ലയൻറ്റിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആഡ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് 10 ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിൽ 10 ക്ലയൻറ്റ്സിന് വേണ്ടിയിട്ടും 10 ഡിഫറെൻറ്റ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആഡ് അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് ക്രിയേറ്റഡ് ആവും, നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ വന്നിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടല്ലോ, ആ ആഡ് അക്കൗണ്ട് ഈ ഒരു പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിലും ഉണ്ടാവും. യുവർ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാവും, ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ ഉള്ളിൽ വേറെ ആഡ് അക്കൗണ്ട് ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ ക്ലയൻറ്റ്, ഇത് നിങ്ങളല്ല ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിലാണ് ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ബിസിനസ് പോർട്ട്ഫോളിയോൻ്റെ അണ്ടറിൽ 10 ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ 10 ആഡ് അക്കൗണ്ട് കാണിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആഡ് അക്കൗണ്ടിലേക്ക് വേണം സ്വിച്ച് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളുടെ ആഡ് അക്കൗണ്ടിൽ ഒരിക്കലും ആഡ് ചെയ്യരുത്. ക്ലയൻറ്റിൻ്റെ ആഡ് എപ്പോഴും അതത് കറസ്പോണ്ടിങ് ക്ലയൻറ്റിൻ്റെ ആഡ് അക്കൗണ്ടിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. സോ ഞാനിപ്പം ഡൈൻ ഡൈവേഴ്സിൻ്റെ ക്ലയൻ്റ് ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ ആഡ് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ദർ ആർ 3 സെറ്റ്സ് അല്ലേ. എന്താണ് ക്യാമ്പയിൻ്റെ 3 ലെവൽസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്യാമ്പയിൻ ലെവൽ, സെക്കൻഡ് ആഡ് സെറ്റ് ലെവൽ, തേർഡ് എന്താണ് ആഡ് ലെവൽ എന്ന് പറയുന്നത് അല്ലേ. ഈ ഫസ്റ്റ് ക്യാമ്പയിൻ ലെവൽ, ആഡ് സെറ്റ് ലെവൽ, തേർഡ് ഈസ് ആഡ് ലെവൽ. ഫസ്റ്റ് നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ക്യാമ്പയിൻ ആണ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. എന്താ, ഒബ്വിയസ്ലി ക്യാമ്പയിൻ ലെവലാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്ലിക്ക് ഇൻ ടു ദിസ് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് 6 ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അവയർനെസ്, സെക്കൻഡ് വൺ ഈസ് ട്രാഫിക്, തേർഡ് എൻഗേജ്മെൻറ്റ്, ലീഡ്സ്, പ്രൊമോഷൻ, സെയിൽസ്. ഇങ്ങനെ വന്നിട്ട് 6 ക്യാമ്പയിൻ ഒബ്ജക്റ്റീവാണ് നമുക്കുള്ളത്. അതിൽ വന്നിട്ട് അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഫോർ ബ്രാൻഡിങ് ആണ്. അവിടെ വന്നിട്ട് നമുക്ക് ലീഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഡയറക്റ്റ് കസ്റ്റമറുടെ ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് ദെയർ ഫോൺ നമ്പർ, നെയിം, ഇമെയിൽ, സിറ്റി, ഇങ്ങനെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈ 3 അവയർനെസ്സിലും ട്രാഫിക്കിലും എൻഗേജ്മെൻറ്റിലും ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. ആകെ കൂടെ നമുക്ക് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒന്നുകിൽ വെബ്സൈറ്റിലേക്ക് ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറിലേക്ക് ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഒരു ഷീറ്റിലൊന്നും അവരുടെ ഡാറ്റ കിട്ടില്ല. സോ വി ക്യാൻ സേ അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബ്രാൻഡ് അവയർനെസ് അല്ലെങ്കിൽ ബ്രാൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ക്ലയൻസും ചെയ്യുന്നത്. അതിൽ തന്നെ അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പേജിലിടുന്ന വീഡിയോൻ്റെ വ്യൂസ് കൂട്ടാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പോസ്റ്റ് കണ്ടിട്ട് ആൾക്കാർ നമ്മളെ വിളിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കാനായിരിക്കാം. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ. സോ ഫസ്റ്റ് അവയർനെസ്സും ട്രാഫിക്കും എൻഗേജ്മെൻറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് തന്നെ പറയാം. വലിയ കാര്യങ്ങളൊന്നും അതിലില്ല. സ്റ്റെപ്പൊക്കെ വരുന്നത് സിമിലർ ആയിട്ട് തന്നെയാണ്. ഇപ്പം നമുക്ക് ജസ്റ്റ് അവയർനെസ് ക്യാമ്പയിൻ ഒന്ന് ചെയ്ത് നോക്കാം. അവയർനെസ്സിൽ വന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അവയർനെസ്സിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ റീച്ച്, ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂസ്, സ്റ്റോർ ലൊക്കേഷൻ. എന്ന് പറഞ്ഞാൽ എന്താ, വി ആർ ഡ്രൈവിങ് സംബഡി ടു അവർ ഫിസിക്കൽ സ്റ്റോർ, ദാറ്റ് ഈസ് ആക്ച്വലി സ്റ്റോർ ലൊക്കേഷൻ എന്ന് പറയും. ദ തിങ് ഈസ് വീഡിയോ വ്യൂസ് എന്ന് പറയുന്നത് വി ആർ അപ്ലോഡിങ് സം വീഡിയോസ് ഇൻ അവർ ഫേസ്ബുക്ക് പേജ്. ആ വീഡിയോനെ നമ്മൾ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓഡിയൻസിനെ സെറ്റ് ചെയ്തിട്ട് ആ ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് നമ്മളുടെ വീഡിയോസിനെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് വീഡിയോ വ്യൂസ്. ബ്രാൻഡ് അവയർനെസ് ആൻഡ് റീച്ചസ് ഒബ്വിയസ്ലി വന്നിട്ട് ഒന്നെങ്കിൽ വെബ്സൈറ്റിലേക്ക് ട്രാഫിക്, അല്ലെങ്കിൽ വാട്സപ്പോ കോളോ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ. സോ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ക്യാമ്പയിൻ നെയിം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ നെയിം കൊടുക്കേണ്ടത്. ഈ ടൈപ്പ് ഇവിടെ തന്നെ കിടന്നോട്ടെ. ആൻഡ് ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ഡേറ്റും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ, ഇതിപ്പം ഡൈൻ ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ.
അതുകൊണ്ടിട്ട് എസ്പെഷ്യലി ക്ലയൻറ്റിൻ്റെ പേര് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു അക്കൗണ്ടിൽ ഡൈവേഴ്സിൻ്റെ ആഡ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതുകൊണ്ടിട്ട് എല്ലാ ആഡ് സെപ്പറേറ്റ് സെഗ്മെൻറ്റ് തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വേറെ കൊടുത്താലും മതി. ഓക്കെ, ടൈപ്പ് ഓഫ് ക്യാമ്പയിനും ഡേറ്റും ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി നീഡ് ടു റെക്കഗ്നൈസ് വെൻ ഈസ് ദ ആക്ച്വൽ ഡേറ്റ് ദ ആഡ് ഇസ് ലൈവ്. സോ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ബൈയിങ് ടൈപ്പ് ഈസ് ഓപ്ഷൻ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ഓപ്ഷൻ? ടിപ്പിക്കലി ബിഡിങ് ആണ്, ലേലം വിളിക്കുക. സോ ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിനെ സെയിം നമ്മളുടെ കോമ്പറ്റീറ്റർ കൊടുക്കുകയാണെങ്കിൽ അവിടെ ലേലം വിളിയുടെ പ്രോസസ്സ് തന്നെയാണ് സംഭവിക്കുന്നത്. ആഡിൻ്റെ ക്വാളിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ എമൗണ്ട് വി ആർ വില്ലിംഗ് ടു പേ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും നല്ലപോലെയുള്ള ആൾക്കാരുടേതാണ് ഒബ്വിയസ്ലി കാണിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ടൈപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വരുന്നത് റിസർവേഷനാണ്. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഫോർ ലീഡ് ജനറേഷൻ ആണ് നമ്മൾ റിസർവേഷൻസ് കൊടുക്കുക. അത് കുറച്ചുകൂടി ലിമിറ്റഡ് ആയിരിക്കും, അതിൻ്റെ റിസൾട്ടും കുറച്ചുകൂടി ലിമിറ്റഡ് ആയിരിക്കും. സോ വൈൽ ഡൂയിങ് ദിസ് ബ്രാൻഡ് അവയർനെസ് ട്രാഫിക് ആൻഡ് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ പ്രിഫർ സെലക്ട് ഇൻ ദിസ് ഓപ്ഷൻ ആസ് ദ ഓപ്ഷൻ. ഓക്കെ, ഇനി ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തു. എന്താണ്? ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിനാണ് നമ്മൾ ഇനീഷ്യലി ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ബഡ്ജറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് തരത്തിൽ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. ഒന്ന് ക്യാമ്പയിൻ ലെവലിലും ചെയ്യാം, രണ്ട് ആഡ് സെറ്റ് ലെവലിലും ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ക്യാമ്പയിന് ഡിഫറെൻറ്റ് ആഡ് സെറ്റുകളും ഡിഫറെൻറ്റ് ആഡുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ആഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വന്നിട്ട് നമ്മൾ ഓഡിയൻസിനെ മാറ്റി കൊടുക്കുക. ഡെമോഗ്രഫിക്സ്, ട്രാഫിക്, ഇങ്ങനെയുള്ള ഡെമോഗ്രഫിക്സ്, ബിഹേവിയർ, ഏജ്, ജെൻഡർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നത് ആഡ് സെറ്റിലാണ്. ഡിഫറെൻറ്റ് ആൾക്കാരെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആഡ് സെറ്റിൽ വന്നിട്ട്. ഒരു ആഡ് സെറ്റിൽ ഒരു ഓഡിയൻസ്, രണ്ടാമത്തെ ആഡ് സെറ്റിൽ രണ്ടാമത്തെ ഓഡിയൻസ്, അങ്ങനെ വന്നിട്ട് ഡിഫറെൻറ്റ് ഓഡിയൻസ് സെഗ്മെൻറ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെ ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ഇപ്പം ആഡ് സെറ്റ് ലെവലിലാണ് നമ്മൾ ബഡ്ജറ്റ് കൊടുക്കുന്നതെങ്കിൽ ഒരു ആഡ് സെറ്റിൽ ഒരു ബഡ്ജറ്റ്, രണ്ടാമത്തെ ആഡ് സെറ്റിൽ വേറെ ബഡ്ജറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ ആഡ് സെറ്റിനെ നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റും. സോ ബേസിക്കലി നമ്മൾ ക്യാമ്പയിൻ ലെവലിൽ ഒരു ബഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാമ്പയിൻ്റെ അണ്ടറിൽ 10 ആഡ് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 ആഡ് സെറ്റിന് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്ന 1000 രൂപയാണെങ്കിൽ ഫേസ്ബുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി 10 ആഡ് സെറ്റിന് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഈ 10 ആഡ് സെറ്റിന് ഡിവൈഡ് ആവാതെ നമുക്ക് തന്നെ ഓരോ ആഡ് സെറ്റിന് സെപ്പറേറ്റ് ബഡ്ജറ്റ് കൊടുക്കാം. അതാണ് ക്യാമ്പയിൻ ബഡ്ജറ്റും ആഡ് സെറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ക്യാമ്പയിൻ ബഡ്ജറ്റ് ഒരു 1000 രൂപ കൊടുത്തെന്ന് വിചാരിക്കുക, എന്നിട്ട് ഞാനിവിടെ 2 ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഈ 2 ആഡ് സെറ്റിനും ഈ 1000 രൂപ ഈക്വലി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നല്ലതാന്ന് വിചാരിക്കുന്നത് പോലെ, അതായത് ഫേസ്ബുക്ക് ഓരോ ആഡ് സെറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അലോക്കേറ്റ് ചെയ്യും ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്കലി. പക്ഷെ അതല്ലാന്ന് വിചാരിക്കുക, ആഡ് സെറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക, എനിക്ക് ഇവിടെ ആഡ് കൊടുക്കാൻ പറ്റൂല, ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റില്ല. അടുത്ത ലെവലിലാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അടുത്ത ലെവലാണ് ആഡ് സെറ്റ് ലെവല്, അപ്പോഴാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെയാണ് ഡിഫറെൻറ്റ് ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഒരു ആഡ് സെറ്റേ ഉള്ളൂ. ഇനി അടുത്ത ആഡ് സെറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഈ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾക്ക് വേറൊരു ആഡ് സെറ്റ് ക്രിയേറ്റഡ് ആവും. അതൊരു ആഡ് സെറ്റാണ്. ഒരു ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ആഡ് ഉണ്ടാവും. ഒരു ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ വന്നാൽ ഒന്നിൽ കൂടുതൽ ആഡ് ക്രിയേറ്റ് ചെയ്യാം. ഒരാഡിൽ ഇമേജ് കൊടുക്കുക, ഒരാഡിൽ വീഡിയോ കൊടുക്കുക, അങ്ങനെ ഒരാഡിൽ കരോസിൽ കൊടുക്കുക, ഒരാഡിൽ കളക്ഷൻ കൊടുക്കുക, ഇങ്ങനെ ഡിഫറെൻറ്റ് ആഡുകളും ഒരു ഇതിൻ്റെ ഉള്ളിൽ, ഒരു ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വന്നിട്ട് ഇവിടെ കണ്ടോ, ഒരു ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ ഒരു ആഡ്. ഇനി ഈ ആഡിനെ നമുക്ക് ക്വിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ എത്ര ആഡ് വന്നു? 2 ആഡ്. ഈ ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ എത്ര ആഡ് വന്നു? 1 ആഡ്. ഇതിലെല്ലാം നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഞാൻ ഒരു ഓഡിയൻസിനെ സെറ്റ് ചെയ്തു, ഇതിൽ ഞാൻ വീഡിയോ സെറ്റ് ചെയ്തു,
ആഡിലാണല്ലോ, ആഡ് ലെവലിലാണ് നമ്മൾ ക്രിയേറ്റീവ് ചെയ്ത് കൊടുക്കുന്നത്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പോസ്റ്റർ, അല്ലെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ കരോസിൽ മാറ്റി മാറ്റി കൊടുക്കുന്ന കരോസിൽ, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇമേജസ് ഒക്കെ നമ്മൾ ആഡ് ലെവലിലാണ് കൊടുക്കുന്നത്. പ്രൈമറി ടെക്സ്റ്റ്, കോൾ ടു ആക്ഷൻ, അല്ലെങ്കിൽ ഫോം ക്രിയേറ്റ്, ഇതൊക്കെ നമ്മൾ ആഡ് ലെവലിലാണ് ചെയ്യുന്നത്. സോ ഈ ആഡ് ലെവലിൽ വന്നിട്ട് ഈ ആഡിൽ ഞാൻ എന്ത് കൊടുത്തു? വീഡിയോ കൊടുത്തു. ഈ ആഡിൽ ഞാൻ എന്ത് കൊടുത്തു? ഇമേജ് കൊടുത്തു. ഇനി ഫസ്റ്റ് ഇതിൽ ഞാൻ എന്ത് കൊടുത്തു? ഒരു ഓഡിയൻസിനെ കൊടുത്തു. ആ ഓഡിയൻസിനെ ഇപ്പം എറണാകുളം ലൊക്കേഷൻ കൊടുത്തിട്ട് ഞാൻ ഈ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അണ്ടറിൽ ഒരു ഫോട്ടോ വെച്ചിട്ടും കൊടുത്തു, ഒരു വീഡിയോ വെച്ചിട്ടും കൊടുത്തു. ഇത് കൊല്ലം വെച്ചിട്ട് ഞാൻ ഒരു ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വീഡിയോ ആഡ് മാത്രം ക്രിയേറ്റ് ചെയ്തു. സോ ഇത് എറണാകുളത്തേക്കുള്ളതും ഇത് എങ്ങോട്ടേക്കുള്ളതാ? കൊല്ലത്തേക്കുള്ളതും. സോ എറണാകുളത്തുള്ള റിസൾട്ടും കിട്ടുന്നു, കൊല്ലത്തുള്ള റിസൾട്ടും കിട്ടുന്നു. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു ആഡ് സെറ്റിന്റെ അണ്ടറിൽ തന്നെ മൊത്തം എറണാകുളം, കൊല്ലം ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഡിഫറെന്റ് ആഡ് സെറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു ക്യാമ്പയിന്റെ അണ്ടറിൽ തന്നെ ഒരു വീഡിയോ പോകുന്നു, ഒരു ഫോട്ടോ പോകുന്നു, അടുത്ത ആഡ് സെറ്റിൽ വേറെ പോകുന്നു. സോ നമുക്ക് ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യാം വിച്ച് ആഡ് ഈസ് ആക്ച്വലി പെർഫോമിങ് വെൽ എന്നുള്ളത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറെന്റ് ആഡ് സെറ്റുകളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു ആഡ് സെറ്റ് ആയിരിക്കും നല്ലപോലെ പെർഫോം ചെയ്യുന്നത്. സോ ദാറ്റ് വി ക്യാൻ സ്റ്റിക്ക് ഓൺ ദാറ്റ്. മനസ്സിലായോ? സോ നമുക്ക് ബേസിക്കലി ആഡ് സെറ്റുകൾ എന്താണ്, ആഡുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഡിഫറെന്റ് ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓരോ ആഡ് സെറ്റിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ആഡുകൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നിങ്ങൾ ചിന്തിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് റൈറ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എൻ്റെ ക്യാമ്പയിൻ അല്ലെങ്കിൽ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കാം, സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ ആക്യുറേറ്റ് റിസൾട്ട് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ആഡ് സെറ്റുകൾ ട്രൈ ചെയ്യുക, ഡിഫറെൻറ്റ് ആഡ്സും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഡിഫറെൻറ്റ് ആഡ് സെറ്റും ട്രൈ ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ആഡ് സെറ്റിലും ഒരു ആഡിലും വന്നിട്ട് എങ്ങനെയാണ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഈ ആഡ് സെറ്റ് കളഞ്ഞു ഓട്ടോമാറ്റിക്കലി ആഡും പോവും. കാരണം ആഡ് സെറ്റിൻ്റെ അണ്ടറിലാണല്ലോ ആഡ് വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ട് ഒരാഡും കൂടെ ഞാൻ കളയാൻ പോവാണ്. ഇതും ഡിലീറ്റ് കൊടുത്തു. ഇപ്പം എനിക്ക് ആകെ എന്താണുള്ളൂ? ഒരു ക്യാമ്പയിനും ഒരു ആഡ് സെറ്റും ഒരു ആഡും ആണ് ബാക്കിയുള്ളത് അല്ലേ? ദാറ്റ് ഈസ് കറക്റ്റ്. ഒരു ക്യാമ്പയിൻ, അതിൻ്റെ ഉള്ളിൽ ആഡ് സെറ്റ്, അതിൻ്റെ ഉള്ളിൽ ആഡ് അല്ലേ? ഒരു ആഡ് ഡിലീറ്റ് ചെയ്തു. സോ ഞാൻ ഇപ്പം എവിടെയാണ്? ഇത് നമ്മളുടെ ക്യാമ്പയിൻ ലെവൽ. ഫസ്റ്റ് ലെവൽ ഏതാണ്? നമ്മളുടെ ക്യാമ്പയിൻ ലെവല്. നമ്മളിവിടെ എന്ത് കൊടുത്തു? ക്യാമ്പയിൻ ഡീറ്റെയിൽസ്, നെയിം കൊടുത്തു, നമ്മൾ അവയർനെസ് ചൂസ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ എത്തി നിന്നത് അല്ലേ? ബഡ്ജറ്റിലാണ് എത്തി നിന്നത്. ഇനി AB ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ക്യാമ്പയിൻ്റെ ഈ ക്യാമ്പയിൻ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേർഷൻ B ക്രിയേറ്റ് ചെയ്യും. അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കൊടുക്കും. ഈ മൊത്തം ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലത്തുള്ള ഓഡിയൻസിൻ്റെ അടുത്തേക്കാണെന്ന് വിചാരിക്കാം. വേർഷൻ B എറണാകുളത്തുള്ള ഓഡിയൻസിലേക്ക് ക്രിയേറ്റ് ചെയ്യും. കാരണം ലൊക്കേഷൻ മാറ്റി എറണാകുളം കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? എറണാകുളത്താണോ കൊല്ലത്താണോ ഈ ക്യാമ്പയിൻ, ഈ ഫുള്ള് സാധനം കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതൊരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ്. നമുക്ക് ഏത് അസെറ്റ് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. അസെറ്റ് എന്ന് പറയുന്നത് എന്താ? ഒന്നെങ്കിൽ ഓഡിയൻസ്, അല്ലെങ്കിൽ ഇമേജ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ്, അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻസ്, പ്രൈമറി ടെക്സ്റ്റ്, എന്ത് വേണമെങ്കിലും നമ്മൾക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഒരു മിനിറ്റ്. ഹലോ, ആണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, റെക്കോർഡിംഗ്. ഓക്കെ, സോ ഇവിടെ AB ടെസ്റ്റ് ഞാൻ ഇപ്പോൾ ഓൺ ചെയ്യുന്നില്ല. നമ്മൾക്ക് വരുന്ന ക്യാമ്പയിൻസിൽ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഒരു ക്യാമ്പയിൻ വെച്ചിട്ട് പഠിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി സ്പെഷ്യൽ ആഡ് കാറ്റഗറീസ് വന്നിട്ട് നിങ്ങളിപ്പം ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ പെർഫോം ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇപ്പം ഇലക്ഷനൊക്കെ വരല്ലേ, പൊളിറ്റിക്കൽ പാർട്ടീസിന്
വേണ്ടിയിട്ട് നിങ്ങൾ ക്യാമ്പയിൻസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് ചൂസ് ചെയ്യണം. പൊളിറ്റിക്സ് ചൂസ് ചെയ്യണം. അതുപോലെ ഫൈനാൻഷ്യൽസ്, എംപ്ലോയ്മെൻറ്റ്, ഹൗസിങ് ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് കാറ്റഗറി ചൂസ് ചെയ്യണം. നോർമൽ ക്യാമ്പയിൻ ആണെങ്കിൽ കാറ്റഗറി ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. നോർമൽ ക്യാമ്പയിൻസിൽ എപ്പോഴും ഇത് ലീവ് ചെയ്താൽ മതി. ഇവിടെ കാറ്റഗറീസ് ഒന്നും ചൂസ് ചെയ്തില്ലെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ലെവലിലെത്തും? ആഡ്സഡ് ലെവലെത്തും അല്ലേ? ആഡ്സഡ് ലെവലെത്തും. ആഡ്സഡ് ലെവലിൽ ഇതിനൊന്നും പേര് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പേര് കൊടുക്കേണ്ട കേസ് വരുന്നത് ഈ ഒരു ആഡ്സെറ്റിൽ ഞാൻ കൊല്ലം എന്ന് കൊടുക്കാണ്. അപ്പം എനിക്ക് മനസ്സിലാവും ഈ ആഡ്സെറ്റിൽ ഞാൻ കൊല്ലത്താണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ആഡ്സെറ്റിൽ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എറണാകുളം എന്ന് കൊടുക്കാം. അത് ഞാൻ സ്ഥലത്തിനെയാണ് മാറ്റി കൊടുക്കുന്നതെങ്കിലാണ് ഇത് എനിക്കറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വേറെ ഓഡിയൻസിനെയാണ് മാറ്റി കൊടുക്കുന്നത്. ഇപ്പം വുമണിനെ മെന്നിനെ വേറെ വേറെ ടാർഗറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ മെന്നെന്ന് കൊടുക്കും, അടുത്ത ആഡ്സെറ്റിൽ ഞാൻ വുമൺ എന്ന് പേര് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? എനിക്കറിയാൻ വേണ്ടിയിട്ടാ ഈ ആഡ്സെറ്റിൽ എന്തായിരുന്നു ഞാൻ മാറ്റി കൊടുത്തത്, അടുത്ത ആഡ്സെറ്റിൽ ഞാൻ എന്തായിരുന്നു മാറ്റി കൊടുത്തത് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അവയർനെസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മളുടെ ആഡിൻ്റെ റീച്ചിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രാൻഡിങ് പർപ്പസ് ആണ് വരുന്നത്. സോ അപ്പോഴത്തേക്കും നമ്മൾ പെർഫോമൻസ് ഗോൾ എടുത്ത് കൊടുക്കേണ്ടത് എന്താണ്? മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ്സ് ആണ് കൊടുക്കേണ്ടത്. ഇനി താഴെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം ഇത് ഒരാളുടെ അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് പേജസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് തന്നെ ഡിഫറെൻറ്റ് ചൈൽഡ് കമ്പനീസ് ആണെങ്കിൽ ഓരോ ചൈൽഡിനും വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് പേജസ് ആയിരിക്കും. നമ്മളോട് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്നത് ആ പേജിൽ ആഡ് കൊടുക്കുക, ഈ പേജിൽ ആഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ പേജ് ചൂസ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരു പേജിൽ കൊടുക്കരുത്. ഏത് പേജിലാണോ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് പറയുന്നത് ആ പേജിലാണ് ആഡ് കൊടുക്കേണ്ടത്. എല്ലാം കൂടെ ഒരു പേജിലല്ല കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി വന്നിട്ട് ഈ ക്യാപ്പ് ലീഡിലാണ് വരുന്നത്. ഞാൻ ലീഡിൽ വരുമ്പോൾ ക്യാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. താഴെ വന്നിട്ട് ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂള്. ഞാൻ അവിടെ എന്ത് കൊടുത്തിട്ടില്ല? ഞാൻ ക്യാമ്പയിൻ ലെവലല്ല പറഞ്ഞത്, ഞാൻ ആർട്സ് ലെവലിലാണ് പറഞ്ഞത്. സോ ആർട്സ് ലെവലിൽ എനിക്ക് ബഡ്ജറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. ക്യാമ്പയിൻ ലെവലിൽ കൊടുത്തിരുന്നെങ്കിൽ എനിക്കിത് വരൂലായിരുന്നു അല്ലേ? ആർട്സ് ലെവൽ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ബഡ്ജറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. ഞാനിവിടെ ഡെയിലി 200 രൂപ കൊടുത്തു. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ഡേറ്റ് ഇന്നാണ്, എൻഡ് ഡേറ്റ് ഇത്ര ദിവസം. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ആഡ് റൺ ചെയ്യണമെങ്കിൽ എൻഡ് ഡേറ്റ് കൊടുക്കുക. എൻഡ് ഡേറ്റ് കൊടുത്തിട്ട് ഏത് ഡേ ആണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേയിൽ തന്നെ ക്യാമ്പയിൻ സ്റ്റോപ്പ് ആവും. വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് എൻഡ് ഡേറ്റ് മാറ്റി കൊടുത്താലും മതി. ഈ ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂളിങ്ങിലാണ് ബഡ്ജറ്റ് ആൻഡ് ഷെഡ്യൂളിങ്ങിലാണ് ആക്ച്വലി എന്താണ് ഇന്ന ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ലാസ്റ്റ് പറഞ്ഞായിരുന്നു. ഇപ്പം 2 ദിവസം ലേണിംഗ് പീരീഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്രയും ദിവസത്തിന് ശേഷം ഒരു 200 രൂപ കൂട്ടിക്കൊടുക്കുക. ഒരു 200 രൂപ കൂട്ടിക്കൊടുക്കുക. അപ്പം മൊത്തം കോസ്റ്റ് എത്രയാകും? 200 400 രൂപയോ 2 ദിവസം കഴിയുമ്പോൾ. അത് നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്ത് കൊടുക്കുക. അത് ആക്ച്വലി ഫേസ്ബുക്കിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിൽ നമ്മൾ വീഴരുത്. അത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, നമ്മളൊരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് എത്രയാണോ അതിന് മാക്സിമം റീച്ച് എത്തിക്കാനായിട്ട് നോക്കുക. ഒരു പീരീഡിന് ശേഷം പിന്നെയും ബഡ്ജറ്റ് കൂട്ടി കൊടുക്കുന്ന ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബഡ്ജറ്റ് പീരീഡ് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിയൻസ് കൺട്രോൾ. ഓഡിയൻസ് കൺട്രോളിലാണ് എവിടെ കാണിക്കണം, ആരെ കാണിക്കണം, എന്ത് സ്വഭാവമുള്ളവരെ കാണിക്കണം, ഏത് ഏജ് ഉള്ളവരെ കാണിക്കണം, ഏത് ലാംഗ്വേജ് സംസാരിക്കുന്നവരെ കാണിക്കണം. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓഡിയൻസ് കൺട്രോളിലാണ്. താഴേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക, സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ എടുക്കുക, യൂസ് ഒറിജിനൽ ഓഡിയൻസ് കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓഡിയൻസിനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു കമ്പനിയുടെ ഓഡിയൻസിനെ ഇപ്പം ഞാൻ പുതിയതായിട്ടൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തു. ആ ഓഡിയൻസിനെ എനിക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ക്യാമ്പയിൻ കൊടുക്കുമ്പം ഈ സേവ്ഡ് ഓഡിയൻസിൽ ആ സേവ് ചെയ്ത് വെച്ച ആളിവിടെ കിടക്കും. ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ക്യാമ്പയിൻ അത് തന്നെ ഉപയോഗിക്കാം. പിന്നീട് എപ്പോഴും നിങ്ങൾ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണം എന്നില്ല.
ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഹാർഡ് ടാസ്ക്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ റിസർച്ച് ചെയ്തിട്ട് വേണം ഓഡിയൻസിൻ്റെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ദാറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. ഫസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് ഇത് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഈ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് സെയിം ഓഡിയൻസിലേക്ക് ടാർഗറ്റ് ചെയ്യുവാണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു സെലക്ട് ദ പെർട്ടിക്കുലർ ഓഡിയൻസ് ഫ്രം ദി സേവ്ഡ് ഓഡിയൻസ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓപ്ഷൻ എവിടെയാണ് ആഡ് കാണിക്കേണ്ടത്. ഇപ്പം ഇന്ത്യ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ എന്ത് കൊടുക്കുക, ഇപ്പം ലെറ്റ്സ് സേ ലൊക്കേഷൻ വന്നിട്ട് കൊച്ചി കൊടുത്തു, കൊച്ചി കേരള. വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് പിൻ ചെയ്തിട്ട് കൊടുക്കാം. ഡ്രോപ്പ് പിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാക്റ്റ് ലൊക്കേഷനിൽ ജസ്റ്റ് പിന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. കൊച്ചിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തും കൂടെ ആഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2 ലൊക്കേഷൻ ഇവിടെ ആയി. കണ്ടോ, എവിടെ ഈ മാപ്പ് ഇവിടെ വിസിബിൾ ആവുന്നില്ല ഇപ്പം സംഭവം. പക്ഷെ ഇവിടെ മാപ്പ് വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മാപ്പിനെ വലുതാക്കിയിട്ട് എന്ത് ചെയ്യാം, ആക്യുറേറ്റ് ലൊക്കേഷൻ എവിടെയാണ് വേണ്ടതെന്ന് മാപ്പിൽ നോക്കാം. ആ കസ്റ്റമർ എന്താ പറയുന്നതെന്ന് വെച്ചിട്ട് മാപ്പിൽ നോക്കിയിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താലും മതി. ഇപ്പോൾ കൊച്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ ഇത്ര റേഡിയസിൽ വേണമെങ്കിൽ നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ റേഡിയസ് നോക്കുക. ഇവിടെ റേഡിയസ് ആണെങ്കിൽ ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൊടുത്താൽ മതി. ഇവിടെ 20 കൊടുക്കുക. കൊച്ചിൻ്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ എനിക്ക് ആഡ് കാണിച്ചാൽ മതി. സോ ഞാനിതിവിടെ ഇങ്ങനെ കൊടുത്തു. സോ ബേസിക്കലി പിന്നെ ഞാൻ ഇവിടെ ഡ്രോപ്പിന് കൊടുത്തിട്ട് ഇവിടെ പിന്നെയും ആഡ് ചെയ്ത് കൊടുത്തു. ദീസ് 2 ലൊക്കേഷൻസ് ആർ നോ ഇൻക്ലൂഡഡ്. വേണമെങ്കിൽ എനിക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എറണാകുളത്തെ വേറൊരു ലൊക്കേഷൻ കാണിക്കേണ്ടതെന്ന് വിചാരിക്കും. ഇപ്പോൾ ആലുവ കാണിക്കണ്ട, ആലുവയിലെ എക്സ്ക്ലൂഡ് ചെയ്തു. കണ്ടോ, ഇവിടെ ആലുവ ഉണ്ടായിരുന്നു. ആലുവയിലേക്ക് ഒരിക്കലും ഈ ആഡ് പോവില്ല, മനസ്സിലായോ? എക്സ്ക്ലൂഡും ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡും ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾ അപ് ടു യു. എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്ത് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് റിക്വയർമെൻറ്റ് മേടിച്ചിട്ട് നിങ്ങളത് ചെയ്യണം. ഒരു പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉള്ള സ്ഥലം ഒരു പക്ഷേ എക്സ്ക്ലൂഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൊക്കേഷൻ മാത്രം എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഇനി താഴേക്ക് വന്നിട്ട് ഇവിടെ ഇഷ്ടമുള്ള ലൊക്കേഷൻ കൊടുക്കുക. പിന്നെ താഴെ വന്നിട്ട് ഏജ് ആണ്, ഏത് ഏജിലുള്ളവരെ കാണിക്കണം. 65, ഞാനിപ്പോൾ ഒരു 18 തൊട്ടിട്ട് 40 വയസ്സ് വരെയുള്ളവർ എൻ്റെ ആഡ് കണ്ടാൽ മതി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ലെറ്റ്സ് ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് വേണ്ടിയിട്ടുള്ള ആഡാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, 1 ടീമിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ 18 തൊട്ട് 40 വരെ കൊടുത്തു. ജെൻഡർ ഓൾ ജെൻഡേഴ്സ് കണ്ടോട്ടെ, കുഴപ്പമില്ല. മെൻ അല്ലെങ്കിൽ വുമൺ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പം ഞാനല്ല ഓൾ ജെൻഡർ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഡീറ്റെയിൽഡ് ഡെമോഗ്രാഫിക്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കാണേണ്ട ആൾക്കാരുടെ ബിഹേവിയർ, ഇൻട്രസ്റ്റ് ഒക്കെയാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇത് നിങ്ങൾ സൂക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റോങ് ലീഡ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെറുതെ ക്ലയൻറ്റ് നിങ്ങളെ ചീത്ത പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡെമോഗ്രാഫിക്സും ഒക്കെ നിങ്ങൾ ChatGPT പോയിട്ട് മാക്സിമം റിസർച്ച് ചെയ്യുക. AI ടൂൾസ് ഉപയോഗിക്കുക മാക്സിമം. അപ്പം നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് ഐ എം റണ്ണിങ് ആഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക. ലെറ്റ്സ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. ഐ എം റണ്ണിങ് ആൻഡ് ആഡ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫോർ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഐ നീഡ് സം keywords to add in the detailed targeting option so that I'll get the accurate keywords എന്ന് കൊടുക്കുക. സോ അത് ഒരു പ്ലെൻറ്റി ഓഫ് കീവേഡ്സ് തരും. ആ കീവേഡ്സ് വന്നിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഗ്രാജുവേറ്റ്സ്, ഒബ്വിയസ്ലി ഗ്രാജുവേറ്റ്സ് ഒക്കെ ഒരുപക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ, ചിലരൊക്കെ. അപ്പം ഞാൻ ഗ്രാജുവേറ്റ്സ് കൊടുക്കുക. ഗ്രാജുവേറ്റിനെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഫേസ്ബുക്കിന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഏതോ ഗ്രാജുവേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്കാണ് ടാർഗറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ ബ്രൗസ് കൊടുത്താൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രൗസ് കൊടുക്കേണ്ട, ജസ്റ്റ് ഈ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കൊടുത്തതിന് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഇവിടെ വന്നു. ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഫീൽഡിൻ്റെ അവിടെ ജസ്റ്റ് മൗസ് കൊണ്ട് വെച്ചാൽ മതി. സോ അത് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ബിക്കോസ് മൈ ക്യാമ്പയിൻ ഹാസ് ടു റീച്ച് ദിസ് പീപ്പിൾ. ഇവിടെ വന്നിട്ട് മാക്സ്
മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ആരെ ചൂസ് ചെയ്യണം, ആര് നിങ്ങളുടെ ഇത് കാണണം എന്നൊക്കെയുള്ള, ആഡ് കാണണം എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, താഴെ നിന്ന് വരുന്നതിൽ ചൂസ് ചെയ്യുക. ഇത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, റിസർച്ച് നല്ലപോലെ ചെയ്താൽ മാത്രമാണ് ഇത് കറക്റ്റ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പം ഒരു ഓഡിയൻസിനെ കൊടുത്തു കേട്ടോ. ഞാനിപ്പം ഒരു ഓഡിയൻസിനെ കൊടുത്തു, ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു ഓഡിയൻസിനെ കൊടുത്തു. ഇതിനെ നാരോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഞാൻ ചെയ്യുന്നത് ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ. ഐ ഡോണ്ട് നീഡ് ടു നാരോ ദ ഓഡിയൻസ് ബിക്കോസ് എനിക്ക് മാക്സിമം റീച്ച് കിട്ടാനല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് നാരോ ചെയ്യണ്ട, ബ്രോഡായിട്ട് തന്നെ പോയിക്കോട്ടെ. പക്ഷെ ലീഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നാരോ ചെയ്ത് തന്നെ കൊടുക്കണം. സോ റീച്ച് പീപ്പിൾ ബിയോണ്ട് യുവർ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് സെലക്ഷൻസ് വെൻ ഇറ്റ് ഈസ് ലൈക്ലി ടു ഇംപ്രൂവ് പെർഫോമൻസ്. അത് കൊടുക്കണ്ട. കാരണം എന്താ, നമ്മൾ സെലക്ട് ചെയ്ത ഓഡിയൻസിൻ്റെ അടുത്തേക്ക് മാത്രം എത്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഓരോ ക്ലിക്കിനും പൈസ പോയിക്കൊണ്ടിരിക്കും. നമുക്കത് വേണ്ട. ഇതിപ്പോൾ എന്താ, നിങ്ങൾക്ക് ഇപ്പോൾ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. എങ്ങനെ ഒരു ക്യാമ്പയിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. AB ടെസ്റ്റ് റൺ ചെയ്യണ്ട, സേവ് ഓഡിയൻസ് കൊടുക്കുക. ഞാൻ ഡൈൻ ഡൈവേഴ്സ് എന്നുള്ള പേരിൽ ഈ ഓഡിയൻസിനെ സേവ് ചെയ്തു. ഓക്കെ, ഓഡിയൻസിനെ സേവ് ചെയ്തു. ഇനി എന്താണ്, ഇനി ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. പ്ലേസ്മെന്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലേസ്മെന്റിൽ വന്നിട്ട് അഡ്വാൻറ്റേജ് പ്ലസ് പ്ലേസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റ ചെയ്യണത് മാക്സിമം പ്ലേസ്മെന്റ് കൊടുക്കും. അനാവശ്യമായിട്ടുള്ളടത്ത് കൊണ്ടുപോയിട്ടൊക്കെ ഈ ആഡ് അങ്ങ് പ്ലേസ് ചെയ്യും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ആൾക്കാർ എവിടെ, ഓഡിയൻസ് എവിടെയാണ് മാക്സിമം നോക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യും, സ്റ്റോറീസ് കാണും, ഫേസ്ബുക്കിൽ ഫീഡിൽ കാണും. ഇവിടേക്കല്ലേ കാണുള്ളൂ, അവിടേക്കല്ലേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അത്രയൊക്കെ പൈസ നമ്മുടെ അടുത്തുനിന്ന് പോയാൽ മതി. സോ മാനുവൽ പ്ലേസ്മെന്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള പ്ലേസ്മെന്റുകളെ ഓഫ് ചെയ്തിടുക. ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത പ്ലേസ്മെന്റ് കാണിക്കണ്ട. വിച്ച് മീൻസ് ഇവിടെ നോക്കാം, ഫേസ്ബുക്ക് ഫീഡിൽ കാണിക്കണം, ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫീഡിൽ കാണിക്കണം, ഇൻസ്റ്റാഗ്രാം ഫീഡിൽ കാണിക്കണം. ഇതൊക്കെ ഓണാണ്. ഇനി വീഡിയോ ഫീഡ്സിൽ കാണിക്കണ്ട. ഇൻസ്റ്റാഗ്രാം എക്സ്പ്ലോറിലും കാണിച്ചിട്ട് കാര്യമില്ല, എക്സ്പ്ലോർ ഹോമിൽ കാണിച്ചിട്ട് കാര്യമില്ല, മെസ്സഞ്ചർ ഇൻബോക്സ് വേണ്ട, ത്രെഡ്സിൽ കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. കാര്യമുള്ളിടത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, പ്ലേസ്മെന്റ് കൊടുത്താൽ മതി. അല്ലാത്തടത്ത് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, കാണുമല്ല. ഇൻസ്ട്രീമാഡിലൊന്നും കൊടുത്തില്ല. ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വന്നാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് അല്ലാതെ നിങ്ങൾ അത് കയറി അപ്ലൈ ചെയ്യുമോ? ഇല്ല. അപ്പം നിങ്ങളത് മനസ്സിലാക്കണം. കസ്റ്റമറിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം സെർച്ച് റിസൾട്ടിൽ സെർച്ച് റിസൾട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണില്ല. ആപ്പിലൊന്നും വരേണ്ട ആവശ്യമില്ല. സോ ആപ്പും എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിടാം. ഓക്കെ, ഞാനിപ്പം പ്ലേസ്മെന്റ്സും ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് എൻ്റെ ഓപ്ഷൻ ഏത് ലെവലാ? ആഡ് ലെവൽ അല്ലേ? ആഡ് ലെവലിൽ ഞാൻ എത്തി. ആഡ് ലെവലിൽ പേര് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഇമേജ് എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നെക്സ്റ്റിൽ വീഡിയോ എന്ന് കൊടുക്കാൻ മതി. നിങ്ങളുടെ ഓപ്ഷൻ. ഡിഫറെൻറ്റ് ആഡ്സ് ഉണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി താഴെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആഡിൽ കണക്റ്റഡ് അല്ല. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആണ്, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, റിവ്യൂ കണക്ഷൻ കൊടുത്താൽ മതി. ഇനി ഫസ്റ്റ് ആഡ് സെറ്റപ്പിലാണ് നമുക്ക് വരേണ്ടത് സിംഗിൾ ഇമേജ് ഓർ വീഡിയോ കറോസിൽ കളക്ഷൻ. സിംഗിൾ ഇമേജ് ഓർ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇമേജ്. അടുത്തത് കറോസൽ എന്ന് പറഞ്ഞാൽ എന്താ, 2 or more സ്ക്രോളബിൾ ഇമേജ്
ഇമേജസ് ഓർ വീഡിയോസ്. ഇനി കളക്ഷൻ എന്താ? ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ്. ഇതിൽ മൂന്നിൽ ഏത് വേണമെങ്കിലും നമ്മൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഞാനിപ്പോൾ ഒരു സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഡെസ്റ്റിനേഷൻ, ഈ ആഡിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ എത്തണ്ടേ? വെറുതെ കണ്ടിട്ട് പോയാൽ പോരല്ലോ, നമുക്കൊരു കോൾ ടു ആക്ഷൻ കൊടുക്കണ്ടേ? അതാണ് ഒന്നെങ്കിൽ ഈ ഇൻസ്റ്റന്റ് എക്സ്പീരിയൻസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ആണ്. അത് നമുക്ക് ഒരു ഫോം പോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് എസ്പെഷ്യലി ഫോർ ഇ കൊമേഴ്സ് ബിസിനസ്സുകൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം, കോൾ കൊടുക്കാം. മെസ്സേജിങ് ആപ്സിൽ വന്നിട്ട് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഉണ്ട്. വാട്സപ്പ് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. ഇപ്പം ഞാൻ തൽക്കാലം ഇൻസ്റ്റാഗ്രാം മാത്രം കൊടുക്കുകയാണ്. വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആൾക്കാർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ഇൻബോക്സിലേക്ക് എന്ത് വരും? മെസ്സേജസ് വരും. സോ ഇറ്റ് ഈസ് ബെറ്റർ to have messages or inquiries direct to the WhatsApp inbox. It would be better. Okay. സോ ഇനി ഇപ്പം ഞാൻ തൽക്കാലം ഇത് കൊടുത്തിട്ടുണ്ട്. കണക്ട് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ നിങ്ങൾക്ക് കിട്ടും. അത് കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് കൺട്രി കൊടുക്കുക, നമ്പർ ഇതെന്താന്ന് പറഞ്ഞാൽ ഈ നമ്പർ ആക്ച്വലി ബിസിനസ് വാട്സപ്പ് അല്ല, നോർമൽ വാട്സപ്പ് ആണ്. ബിസിനസ് വാട്സപ്പ് ആണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആഡ് ക്രിയേറ്റീവ്. ഇവിടെയാണ് നമ്മൾ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ട. ഉള്ളത് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കുക ആദ്യമേ. ഓക്കെ. അതിനുശേഷം ആഡ് മീഡിയയിൽ പോയിട്ട് നമുക്കിപ്പോൾ ഇമേജ് കൊടുക്കാം. ആഡ് ഇമേജ് കൊടുക്കുക. തൽക്കാലം ഇതാണെന്ന് വിചാരിക്കുക. സോ ഇത് ഓക്കെ. മാർക്കറ്റിംഗ് കൊടുക്കാം. അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്രിയേറ്റീവ് ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ കൊടുത്തു. ടെക്സ്റ്റ് കൊടുത്തു. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, സ്ക്വയറും വെർട്ടിക്കലും വേണം. മറ്റൊരു ബാനർ വരാത്ത എന്താണെന്ന് അറിയോ? ഞാനത് ഓഫ് ചെയ്തിട്ട് കൊടുത്തു. അവിടെ കാണിക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പ്ലേസ്മെന്റിൽ ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ വരാത്തത്. സോ ഇനി വെർട്ടിക്കലും 9:60 സ്റ്റോറീസിലും കാണിക്കണം, അതുപോലെ തന്നെ ഇവിടെ കാണിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതാത് സാധനത്തിന് ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വന്നിട്ട് കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുക. പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ഇത് തന്നെ കൊടുക്കുന്നുണ്ട്, പ്രൈമറി ടെക്സ്റ്റ്. അതായത് ഈ ആഡിന്റെ മുകളിൽ കാണിക്കേണ്ടതാണ് പ്രൈമറി ടെക്സ്റ്റ്. അപ്പം ഞാനിത് കൊടുത്തു. കൺട്രോൾ വി. ചാറ്റ് വിത്ത് അസ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ കാണിക്കുന്നില്ലേ? ഇതിന്റെ താഴെ ഇവിടെ കാണിക്കൂലേ കോൾ ടു ആക്ഷൻ? അതാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യാ? അപ്ലൈ നോ കൊടുക്കുന്നു. ഇനി ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. അഗൈൻ കോൾ ടു ആക്ഷൻ വന്നിട്ട് അപ്ലൈ നോ കൊടുക്കുക. കാരണം ഇത് കോസ്റ്റ് എൻക്വയറി അല്ലേ, അപ്പം അപ്ലൈ നോ അല്ലേ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അപ്ലൈ നോ കൊടുത്തു. ഇവിടെ വന്നിട്ട്
ചോദിക്കുക. അതായത് നമ്മുടെ ആഡിൽ മ്യൂസിക് ഓട്ടോമാറ്റിക്കലി കയറുന്ന രീതിയിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് ആദ്യമേ വരുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് വരൂലേ, അതായത് ഒരു ആഡിന്റെ എൻക്വയറി വരുന്ന സമയത്ത് തിരിച്ച് അവർക്ക് ഓട്ടോമാറ്റിക് മെസ്സേജസ് പോകൂലേ, അത് വന്നിട്ട് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് എഡിറ്റ് കൊടുത്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം ഇത് കസ്റ്റമർ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ, എന്താണ് നിങ്ങളുടെ ബിസിനസ് അവേഴ്സ്. ഇപ്പം ഓട്ടോമാറ്റിക് റെസ്പോൺസ് എന്താണോ അത് പോവും. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ ബിസിനസ് അവേഴ്സ് വി ആർ ഓപ്പൺ 7. ഇനി അടുത്ത ഇത് വന്നിട്ട് വാട്ട് ആർ ദ ഇത് കസ്റ്റമർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. അതിന്റെ ആൻസർ നമ്മൾ കൊടുക്കുക. DM, പൈത്തൺ, ജാവ, ST ഇങ്ങനെ കൊടുക്കുക. കോഴ്സസിന്റെ നെയിം കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ can I make a yes കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് അഗൈൻ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. വാട്ട് ഈസ് യുവർ മെനു, ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. ആൾക്കാർക്ക് ആഡ് കാണുമ്പം ഇങ്ങനെ ആയിരിക്കും സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. സേവ് കൊടുക്കുക. സോ ഇതാണ് നമ്മളുടെ ആഡ് വരുന്നത്. ഇതിനെ ഞാൻ വലുതായിട്ടൊന്ന് പ്രിവ്യൂ കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ ആഡ്. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആഡ് ഇതാണ്. മനസ്സിലായി? ഇങ്ങനെയല്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നത് അല്ലേ? സോ ഇതാണ് നമ്മളുടെ ആഡ് പ്രിവ്യൂ. ഇതിവിടെ വന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് പബ്ലിഷ് കൊടുത്തോ. പബ്ലിഷ് കൊടുക്കുക. ഇന്ത്യ, കൊൽക്കട്ട, ഇത് സെയിം തന്നെയാണ്. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ മാത്രം. ഇനി UP കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. കേരള കൊടുത്തു. സേവ് കൊടുക്കുക. ഈ 1000 രൂപ നിങ്ങൾക്ക് ഇപ്പൊ ആഡ് ചെയ്യാം. ഉണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ആഡ് ഈ അക്കൗണ്ടിലേക്ക് ആഡ് ഡൗമി പൈസ. ജസ്റ്റ് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേയിൽ പൈസ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലോസ് ചെയ്യുക. അപ്പം നമ്മൾ ആഡ് കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രാഫ്റ്റിൽ നമ്മൾ ചെയ്ത ആഡ് കിടക്കും. കണ്ടോ? ഇപ്പം നമ്മൾ കിടക്കുന്നത് ആഡ് ലെവലിലാണ്. കാരണം ഇത് 3 സെലക്ട് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ കിടക്കുന്ന ആഡ് ലെവലിലാണ്. ഇത് 3 സെലക്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇത് ക്ലോസ് ചെയ്താൽ നമ്മൾ ഏത് ലെവലിലെത്തി? ആർട്സ് ലെവലെത്തി അല്ലേ? ഇനി ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ എവിടെ എത്തി? ക്യാമ്പയിൻ ലെവലിലെത്തി അല്ലേ? സോ നമ്മളിപ്പോൾ ഉള്ളത് ക്യാമ്പയിൻ ലെവലിലാണ്. ഓക്കെ, നമ്മൾ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ന്യൂ അവയർനെസ്, സോറി ഇതല്ല. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഒരു ക്യാമ്പയിനെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു അല്ലേ? ഇങ്ങനെയാണ് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് അവയർനെസ് ക്യാമ്പയിൻ മാത്രമാണ് ചെയ്തത്. ബാക്കി ട്രാഫിക് ക്യാമ്പയിനും എൻഗേജ്മെന്റ് ക്യാമ്പയിനും സിമിലർ ആണ്. നിങ്ങൾ അത് രണ്ടും ചെയ്ത് നോക്കുക. വലിയ ഡിഫറൻസ് ഇല്ല. ഓക്കെ, നമുക്ക് ഡിഫിക്കൽട്ടി വരുന്നത് സെയിൽസിലും ലീഡ്സിലും പ്രൊമോഷനിലുമാണ് ഡിഫിക്കൽട്ടി വരുന്നത്. അത് അത്ര പ്രോബ്ലം ഉള്ള കേസൊന്നും അല്ല. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത ക്യാമ്പയിൻ ഇത് കണ്ടോ? ഇത് ഇവിടെ ക്യാമ്പയിൻ ലെവലാണ് ബഡ്ജറ്റ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ 1000 രൂപ. നമ്മൾ ഇവിടെ കൊടുത്തത് ആർട്സ് ലെവലിലാണ് കൊടുത്തത് അല്ലേ? ഇവിടെ കാണിക്കുന്നില്ല. So yes, this is how we can create a very basic awareness campaign. Okay.